ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. നമുക്ക് ഈ മാസം ആരംഭിച്ചിട്ട് പ്രൈസ് ഒരു നല്ലൊരു പുൾ ബാക്ക് താഴേക്ക് എടുത്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ മാസം അതിൻ്റെ മുമ്പത്തെ മാസമൊക്കെ ആയിട്ട് പ്രൈസ് നല്ലൊരു പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. അതായത് എക്സ്ട്രാ പ്രീമിയത്തിൽ നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പ്രൈസ് ഒരു പുൾ ബാക്ക് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ഡിസ്കൗണ്ടിലേക്ക് വരാനുള്ളൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ ഒരു 3 ആഴ്ച പ്രൈസ് ബിയറിഷിലാണ്. അപ്പോൾ നമ്മളൊരു വീക്കിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കണമെങ്കിൽ നമുക്കൊരു പ്രൈസ് ഒരു ഹൈ തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ലോ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു മേജർ ഹൈ പ്രൈസ് തന്നിട്ടുണ്ട്. ഈ മേജർ ഹൈ തന്നെങ്കിൽ ഇതെടുക്കുമ്പോൾ ബോഡി ബ്രേക്ക് ആയിരുന്നു. പക്ഷേ നമുക്കിവിടെ വേറെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യേണ്ട ഇവിടെ ഒരു വീക്കിൻ്റെ ഒരു OB ഉണ്ട് അല്ലേ, 2400 430. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് ആയിരിക്കും എടുക്കുന്ന പ്രൈസ് തിരിച്ച്. അപ്പോൾ ഒരുവിധം നല്ലൊരു ഡിസ്കൗണ്ടിലേക്ക് എത്തി. നമ്മുടെ ഡിസിഷൻ OBയിലേക്ക് പ്രൈസ് വന്നു 460. അപ്പോൾ ഇവിടെ നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാകാം. എത്തുവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഈ മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും പ്രൈസ് മൂവ് ചെയ്യാൻ പോകുന്നത്. അതിലപ്പോൾ ന്യൂയോർക്കിലായിരിക്കും കഴിഞ്ഞ കൊല്ലമൊക്കെ മൂവ് ചെയ്ത്. ഇപ്പോൾ ഏഷ്യനിൽ മൂവ്മെൻറ്റ്സ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പറയാൻ പറ്റില്ല ഏഷ്യനിലായിരിക്കും മൂവ്മെൻറ്റ്സ്. നമുക്ക് ഡേയുടെ സ്ട്രക്ചർ നോക്കാം. കഴിഞ്ഞ ഒരു 5 ദിവസം എടുക്കണമെങ്കിൽ ആദ്യത്തെ ദിവസത്തുള്ള ഒരു മൂവ്മെൻറ്റ് ഏകദേശം $100 മൂവ്മെൻറ്റ് ആദ്യം തന്നെ നടന്നു അല്ലേ, മൺഡേ തന്നെ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വീഴ്ച പ്രൈസിങ്ങോട് വന്നു. അതായത് പ്രൈസ് ഇവിടെ നല്ലൊരു ഇൻഎഫിഷ്യൻസി ആയിട്ടാണ് പ്രൈസ് വന്നത്. അത് തിരിച്ച് വന്ന് പ്രൈസ് അതെല്ലാം മിറ്റിഗേറ്റ് ചെയ്തു. ഇവിടെ പ്രൈസ് നല്ല എഫിഷ്യൻസി ആയിട്ടാണ് എന്ന് വെച്ചാൽ ഇനി പ്രൈസ് കയറിയില്ല, അത് തിരിച്ചാ റിയാക്ഷൻ ഒന്ന് എടുത്തു. പ്രൈസ് നല്ലൊരു സപ്പോർട്ട് ഇവിടെ തന്നു. നമ്മളിവിടെ താഴേക്ക് വരാം, ഈ ഒരു പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ടൊക്കെ വരാം. പക്ഷേ പ്രൈസ് ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഇവിടെ നല്ലൊരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ ലോ എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് പ്രൈസ് താഴേക്ക് വന്ന ഇൻഎഫിഷ്യൻസി പ്രൈസ് എടുത്തു കഴിഞ്ഞു. അവിടുത്തെ ഉണ്ടായിരുന്ന ആ ഒരു FEG ഒക്കെ പ്രൈസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ എടുത്തതുപോലെ തന്നെ എടുത്തു. പിന്നെയും പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. ബീർഷിലേക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസം എടുക്കണമെങ്കിൽ ഈ 4 ഹവറിൻ്റെ ഈ OBയിൽ വന്നു. കഴിഞ്ഞ ആഴ്ച എടുക്കണമെങ്കിൽ 4 ഹവറിൻ്റെ ഈ OBയിൽ വന്നു. 1-2 ചെറിയൊരു മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടി. പക്ഷേ പ്രൈസ് വന്ന് ബ്രേക്ക് ചെയ്ത് പോയി. നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ച പുതിയ സ്ട്രക്ചറൊന്നും വരക്കാനൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു OBയിൽ വന്നാൽ നമുക്കൊരു റിയാക്ഷൻ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 50 മിനിറ്റിൻ്റെയിലാണ് ഏകദേശം നമുക്ക് കുറച്ച് എൻട്രീസ് ഒക്കെ ഉള്ളത് അല്ലേ. നമുക്ക് മൺഡേ വരികയാണെന്നുണ്ടെങ്കിൽ മൺഡേ പ്രൈസ് താഴേക്ക് നല്ല രീതിയിൽ പോകുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. 1 ഹവറിലൊക്കെ അവിടെ ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ബുള്ളിഷിലേക്കുള്ള സാധ്യത, എന്നാൽ ബിയർഷിലേക്ക് നമുക്ക് സാധ്യതകളൊക്കെ തന്നു. കിട്ടിയ പൊസിഷൻസൊക്കെ നമുക്ക് ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റുന്ന എൻട്രികളായിരുന്നു. ഇനിയും നിങ്ങൾക്ക് ഈ ബൈയിലേക്ക് ഈ ഒരു ഡിസിഷൻ OBയിൽ വരുമ്പോൾ ഇവിടെ പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്യാവുന്നതാണ്. ഇത് 2 ഫെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോയൊക്കെ എടുക്കുമ്പോൾ ഒരു പുൾ ബാക്ക് എടുക്കും, പക്ഷേ ഒരു പ്രീവിയസ് ഹൈ ഒക്കെ ആയിരിക്കും. അതിനുശേഷം ഈ ഒരു ലോ വന്ന് പ്രൈസ് ബോഡി ബ്രേക്ക് ചെയ്തു പോയാൽ, അതായത് പ്രൈസ് വീണ്ടും താഴേക്കായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടെ 1 ഹവറിൻ്റെ OB വരുന്നുണ്ട്. ആ റിയാക്ഷൻ നമുക്ക് ട്രേഡ് ചെയ്യാം. പ്രൈസ് നല്ല ബുള്ളിഷിൽ കയറിയത് കൊണ്ട് തന്നെ അതൊക്കെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഈ OB നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് ഡേയുടെ ഓർഡർ ഫ്ലോ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡേയുടെ ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 2 പൊസിഷൻസൊക്കെ ചിലപ്പോൾ ഇതും ബ്രേക്ക് ചെയ്ത് പോന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞ ഈ വീക്കിൻ്റെ OB, ഈ വീക്കിൻ്റെ ഈ ഒരു OB നമുക്ക് കിട്ടുക 460. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് തന്നെയാണെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു ലോങ് ടൈം എനിക്ക് തോന്നുന്നത് ഏകദേശം ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ബൈ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 460 എന്ന് പറയുമ്പോൾ ആ ഒരു വീക്കിൻ്റെയും കൂടി. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് 470 നിൽക്കുമ്പോൾ അതിലും കൂടി ഒന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പോകാം. പക്ഷേ ഇതിലേതെങ്കിലും വന്ന് നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് അതിൽ കയറുക. നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് അതിൽ ട്രേഡ് ചെയ്ത് കയറാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബുള്ളിഷിൽ തന്നെയാണ് ബൈയിലേക്കുള്ള സാധ്യതകൾ എടുക്കുക. സെല്ലിലേക്ക് സാധ്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ലോ വരെയൊക്കെ ടാർഗറ്റ് ചെയ്യുക. നമ്മൾ ഒറ്റ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ട് നമ്മൾ വെറുതെ ഇപ്പോൾ ഈ മൂവ്മെൻറ്റ് കണ്ട് പല ആൾക്കാർ ഇവിടെ നിന്ന് സെല്ല് നോക്കട്ടെ, ഇവിടം വരെ നോക്കട്ടെ. പക്ഷേ ഈ ഒറ്റ മൂവ്മെൻറ്റ് കണ്ടിട്ട് എന്തിനാണ് നമ്മൾ പ്രൈസ് ബുള്ളിഷാണ് നമ്മൾക്കുള്ള മൂവ്മെൻറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ എടുക്കണമെന്നെങ്കിൽ മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാകും, ലോസ് ഉണ്ടാകാനുള്ള സാധ്യത ബ്രേക്ക് ഈവനിൽ മാത്രം പോകണ സാധ്യത കുറയും, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ആഴ്ച ഈ മാസം വളരെ കുറച്ച് ട്രേഡുകളെ എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്ത ട്രേഡുകളാണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയിലാണ് ഞാൻ ആ ട്രേഡ് നോക്കി. പക്ഷേ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മാസത്തേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. വളരെ ചെറിയ എന്നാൽ പല ട്രേഡുകളും 500, 400, 300, 700,
$1000 വരെ കണ്ട ട്രേഡുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് മാനേജ് ചെയ്യാഞ്ഞതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ രീതിയിലാണ്. അപ്പോൾ ഞാൻ പല മൾട്ടിപ്പിൾ അക്കൗണ്ടിൽ ചെയ്യാഞ്ഞത് കൊണ്ടാണ് എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായത്. മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കാഞ്ഞതോ മൾട്ടിപ്പിൾ ട്രേഡ് ആക്കാഞ്ഞതാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എൻ്റെ തന്നെ ഒരു സെറ്റപ്പ് നല്ല രീതിയിൽ പല ആൾക്കാരും പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, പല ആൾക്കാരും ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ പോകണമെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനും നല്ല നല്ല വരുമാനം എടുത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ആ ട്രേഡിങ് സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുക. എപ്പോൾ ലോസ് തന്നെയാണെങ്കിലും ചിന്തിക്കുക. ഒരു ട്രേഡ് പ്രോഫിറ്റ് കണ്ടിട്ട് ലോസ് തന്നെയാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച ആ ഒരു ട്രേഡിങ് സ്ട്രാറ്റജി നിങ്ങളെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് GBP/USD നമുക്ക് പോവാം. തിരക്കായതുകൊണ്ട് GBP/USD ട്രേഡേ നോക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മിക്കവാറും ഡിസംബറിൽ ഞാൻ മൂവ്മെൻറ്റ്സ് കുറവാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല പ്രോഫിറ്റ് തന്നെ കിട്ടാം. നമ്മളെ മൂവ്മെൻറ്റ്സിനെ സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. എല്ലാ മൂവ്മെൻറ്റ്സ് എടുത്ത് അടിപൊളിയായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ മാസവും എല്ലാ വീക്കിലും നല്ല ട്രേഡ്സുകളുണ്ട്, അത് മാത്രം എടുക്കുക, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക. അല്ലാതെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പല ആൾക്കാരും ഡിസംബറിൽ പറയുന്ന ആളുകൾ ഞാൻ കേട്ടായിരുന്നു. പല ആൾക്കാരും എന്നോട് ചോദിച്ചു, അത് നിങ്ങളുടെ മെൻറ്ററിൻ്റെ സെറ്റപ്പ്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എല്ലാ മാസവും ട്രേഡ് ചെയ്യുക, എവരി വീക്ക് ട്രേഡ് ചെയ്യുക. നമ്മൾ പറയുന്ന ആ ടൈമിങ്ങിലൊന്നും മാറി നിൽക്കുക. അങ്ങനെ ഹൈ ഇമ്പാക്റ്റ് ഉള്ള സമയത്തൊന്നും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യും, പുതിയ മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോൺ ഫാം പേറോൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്രൈഡേ ആണ് വരുന്നത്. ആ ഫ്രൈഡേ ശ്രദ്ധിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാൻ GBP/USD ബിയറിഷിൽ തന്നെയാണ്. എന്നാലും പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ട്. ഒരു 3 ആഴ്ച നല്ല ബിയറിഷിലേക്ക് വന്നിട്ട് പ്രൈസ് തിരിച്ച് കയറിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു OBയിൽ നിന്നാണ് പ്രൈസ് തിരിച്ച് മൂവ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ പ്രൈസ് ഒരു ഐഡിയം എടുത്തു, പിന്നെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നിയാണെങ്കിൽ ഇതൊരു മേജർ ലോ ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രീം OBയിലാണ് പ്രൈസ്, വീക്കിൻ്റെ ഒരു എക്സ്ട്രീം OBയിലാണ്. ഇപ്പോൾ വീക്കിൻ്റെ ഒരു മേജർ ഹൈ ആണ്, അതിന് ബോഡി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് സ്ട്രക്ചർ വന്നു, പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്തു. ഇതൊരു ഐഡിയമാണ്, ഇതൊരു മേജർ ഹൈ ആണ്. ഇതൊരു ഡിസിഷൻ OB ആണ്, ഡിസിഷൻ OB ഫെയിലായി. എക്സ്ട്രീം OBയിൽ നിന്ന്, അതായത് വീക്കിൻ്റെ ഒരു എക്സ്ട്രീം OBയിൽ നിന്ന് കറക്റ്റായിട്ട് വന്ന് പ്രൈസ് കയറിപ്പോയിട്ട് നല്ലൊരു മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ്ട്രീം OB ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വിക്ക് OBയും കൂടി കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പ്രൈസ് കയറി ഇങ്ങനെ പോകണമെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഹൈ വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടാർഗറ്റൊക്കെ ചെയ്യാവുന്നതാണ്. പ്രൈസ് വീണ്ടും ചിലപ്പോൾ ഇങ്ങോട്ട് കയറാൻ സമയം എടുക്കുക. അല്ല ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വിക്ക് OB നല്ല റിയാക്ട് ചെയ്യും. അപ്പോൾ ധൈര്യമായിട്ട് ഈ വിക്ക് OBയിൽ നിന്നാണെങ്കിൽ ട്രേഡ് എടുക്കുക. ഇതൊന്ന് വരച്ചിട്ടേക്കുക. അപ്പോൾ ഇത് നല്ലൊരു ട്രേഡായിരുന്നു. ഈ ഒരാഴ്ചത്തെ നല്ലൊരു സ്വിംഗ് ട്രേഡിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു വിക്ക് OBയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് നമ്മുടെ ഡേയുടെ ആ ഒരു OBയിലേക്കൊന്നും എത്തിയിട്ടില്ല. എനിക്കൊന്നാണ് ആ വിക്ക് OB എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പ്രൈസ് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഡേയുടെ സ്ട്രക്ചറിൽ ഇവിടെ ഒരു POയിൽ വരാതെ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ആ വീക്കിൻ്റെ വെച്ച് നോക്കുമ്പോൾ വീക്കിൻ്റെ എക്സ്ട്രീം OBയാണ്. പ്രൈസ് ബുള്ളിഷിലേക്കാണ് പോകണമെങ്കിൽ അവിടെ നിന്ന് കയറി പോകണ സാധ്യത തന്നെ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്കിനി ഈ 4 ഹവറിലൊക്കെ പ്രൈസ് ചേഞ്ച് ഓഫ് കാറ്റൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ബൈയൊക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ 4 ഹവറിലാണെങ്കിലും ഐഡിയം എടുത്തു, നല്ലൊരു IFC ക്യാൻഡിൽ തന്നിട്ടുണ്ട്, നെക്സ്റ്റ് ക്യാൻഡിൽ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ റിയാക്ഷൻ ഇല്ല. ഈ ഹൈ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇനി നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ് പോകണമെങ്കിൽ പ്രൈസ് ബിയറിഷിലേക്ക് ഇങ്ങോട്ടൊരു നല്ലൊരു ഫുൾ ബാക്ക് എടുക്കാം. നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു നോക്കണമെങ്കിൽ ഒരു ഈ ലോയ്ക്ക് ഇതൊരു OB ആണ്, റിയാക്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വരണമെങ്കിൽ ചോക്ക് വിത്ത് ഐഡിയോ ആ രീതിയിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൈസ് സ്റ്റിൽ ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് കയറിപ്പോണെങ്കിൽ കയറിപ്പോകും. നിങ്ങളപ്പോൾ 4 ഹവറിൻ്റെ IFC ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെ ബൈ തന്നെ നിങ്ങൾക്ക് നോക്കാമല്ല. ആ 4 ഹവറിൻ്റെ IFC ക്യാൻഡിൽ പ്രൈസ് ബ്രേക്ക് ചെയ്യാതെയാണ് താഴേക്ക് വരികയാണെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്കൊരു പുൾ ബാക്ക് വന്നിട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ആ വീക്കിൻ്റെ വിക്ക് കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ആ ഡേയുടെ OBയിലേക്കൊക്കെ പ്രൈസ് എത്താവുന്ന സാധ്യത കൂടുതലാണ്. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ 50 മിനിറ്റിൽ കുഴപ്പമില്ലാത്ത എൻട്രികളുണ്ട്. ഇപ്പോൾ ഡേയുടെ OB എന്നൊക്കെ പോയിട്ടുണ്ട്. 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഐഡിയം 50 മിനിറ്റിൻ്റെ ഒരു 50 മിനിറ്റ് എക്സ്ട്രീം OBയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ OB റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 50 മിനിറ്റ് ലോയൊക്കെ വരെ നല്ല ഇത് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാനുള്ള സാധ്യത തന്നെ കൂടുതൽ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ്സിൽ വേണം ബ്രിട്ടീഷ് പൗണ്ടിൽ നിങ്ങൾ ട്രേഡ് നോക്കാൻ. ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളറിലൊക്കെ ട്രേഡ് എടുത്തിട്ട് ഇച്ചിരി നാളെ തന്നെ ഈ മാസം തന്നെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ ഡോളറിൽ ട്രേഡ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരികയാണെങ്കിൽ GBP/USD കണ്ടതുപോലെ തന്നെ സെയിം ഒരു ബിയറിഷിലേക്കുള്ള ഒരു ക്യാൻഡിലാണ് നമുക്ക് കാണുന്നത്. നമുക്ക് വീക്കിലേക്ക് വരാം.
വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു IFC ക്യാൻഡിലെ റിയാക്ഷൻ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് ബോഡി ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ് ഈ IFC ക്യാൻഡിൽ സ്ട്രോങ് ആണ്. അപ്പോൾ ഉണ്ടാവും നമ്മൾ അന്ന് തന്നെ പറഞ്ഞത് ഇത് താഴേക്ക് പോരാനുള്ള സാധ്യത കുറവായിരിക്കുന്നു. വീണ്ടും ആ പിറ്റേ ആഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മദർ ക്യാൻഡിലിൻ്റെ അതായത് ഈ ഒരു ക്യാൻഡിലെ ലോ എടുത്തിട്ട് പ്രൈസ് വീണ്ടും കയറി വന്നതാണോ. അപ്പോൾ ആ റിയാക്ഷൻ പല ആൾക്കാരും ട്രേഡ് എടുത്തു എന്ന് പറഞ്ഞു, എടുത്തിട്ടുണ്ടെങ്കിൽ ഗുഡാണ്. പക്ഷേ നമ്മൾ വലിയ ഒരു മൂവ്മെൻറ്റ്സിലൊക്കെ ഡേയിൽ വരുമ്പോൾ കാണാനില്ല. എന്താണെന്ന് വെച്ചാൽ മൂവ്മെൻറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മൂവ്മെൻറ്റ്സ് ഇനി കാണുന്നതും കുറവായിരിക്കും. ഇപ്പോൾ ഡേയിലാണെങ്കിൽ ഇതൊരു IFC ക്യാൻഡിലാണ്. നെക്സ്റ്റ് ബിഗ് ബ്രേക്ക് നടത്തിയിട്ടുണ്ട്. ഈ പ്രീവിയസ് ഹൈ വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ബൈ നോക്കാം. ഇനി അല്ല അവിടെ നിന്ന് പ്രൈസ് ബുള്ളിഷിലേക്ക് തന്നെയാണ് പോകാനുള്ളതെന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈയിലേക്കുള്ള സാധ്യതകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഐഡിയം എടുത്തിട്ടുണ്ട്. ഇത് ഇൻസൈഡാണ്. നമുക്ക് ഇവിടെ ഒരു ഡിസിഷൻ ഓബി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻസൈഡാണ്. ഇവിടെ നമുക്ക് കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല. 1st 2nd 3rd മൂന്നാമത്തെ ക്യാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടുക, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ പ്രൈസ് ഇച്ചിരി ബുള്ളിഷിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബൈസൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 1 hourൽ ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. 1 hourൻ്റെ OBയിൽ പ്രൈസ് വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് പ്രൈസ് കയറി വന്നു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് സെല്ലും നോക്കാവുന്നതാണ്. ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ഈ ഹൈ ഒക്കെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നിൽക്കുക. അല്ലെങ്കിൽ ഈ മേജർ ഹൈ പ്രൈസിൽ ബിഗ് ബ്രേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രീവിയസ് ലോയൊക്കെ വരെ സെല്ല് നോക്കാം. മിക്കവാറും 2 സൈഡിലേക്കും ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഡിസംബറിൽ കൂടുതലായിരിക്കും. എല്ലാ പേഴ്സിലും അതുണ്ടാവും കേട്ടോ. ഒരു പേരിൽ മാത്രമല്ല, എല്ലാ പേഴ്സിലും അതുണ്ടാവും. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ആ 50 മിനിറ്റിൻ്റെ ഏകദേശം OBയുടെ അവിടെയൊക്കെ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പ്രൈസ് ഒരു ബിയറിഷിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബൈയിലേക്കും ബിയറിഷിലേക്കും സാധ്യതയുണ്ട് അല്ലേ. ഒരു സൈഡ് വേ ട്രെൻഡ് കഴിഞ്ഞ 14-ാം തീയതി മുതലുണ്ട് ഒരു സൈഡ് വേ ട്രെൻഡ്. ആ സൈഡ് വേ ട്രെൻഡിൽ തന്നെയാണ് ഓസ്ട്രേലിയൻ ഡോളർ നിൽക്കുന്നത്. എന്നാൽ ബൈയിലേക്കുള്ള സാധ്യതയും നമുക്ക് തരുന്നുണ്ട്. വോളിയം ഇച്ചിരി കുറവാണ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇനി വോളിയം കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ട്രേഡുകൾ എടുത്ത് മാറുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഒരുപാട് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ യൂറോ USD ആണെന്നുണ്ടെങ്കിലും മറ്റേതിനേക്കാളൊക്കെ ഇച്ചിരി കൂടി നല്ലൊരു ബിയറിഷ് ആയിലേക്കാണ് ഇത് പ്രൈസ് വന്നേക്കുന്നത്. ഇപ്പോഴും ആ ഡേയുടെ എക്സ്ട്രീം OB നല്ലൊരു റിയാക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. വീക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്തു ഇവിടെ നിന്നൊരു പുൾ ബാക്ക്സ് ആണെങ്കിലും വീണ്ടും പ്രൈസ് താഴേക്ക് തന്നെ വരാം. കഴിഞ്ഞ ആഴ്ച പ്രൈസ് ചെറുതായിട്ടൊന്ന് ബുള്ളിഷിലേക്ക് വന്നെങ്കിലും നമുക്ക് താഴേക്ക് വരാം. ഇപ്പോൾ ഈ ഹൈ ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും സെല്ല് നോക്കാം. നിങ്ങൾക്ക് ഇൻറ്റേർണൽ നിങ്ങൾക്ക് ഡേയുടെ സെറ്റപ്പിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ പറയുകയാണെങ്കിൽ കാര്യമായിട്ടൊരു ഇൻറ്റേർണൽ ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് തരുന്ന ഇൻറ്റേർണൽ ആകുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. 4 hourൽ വരികയാണെങ്കിൽ 4 hourൻ്റെ എക്സ്ട്രീം OBയിൽ പ്രൈസ് വന്നിരിക്കുന്നതാണ്. അവിടെ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങാം അല്ലേ. ഇതിങ്ങനെ കയറി തന്നെയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഡേയുടെ ഇൻറ്റേർണൽ പറഞ്ഞ ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ എടുക്കുക. 1 hour ആണെന്നുണ്ടെങ്കിലും എക്സ്ട്രീമിൽ ഒരു OBയിൽ പ്രൈസ് വന്ന് നിൽക്കുന്നു. 1 hourല്ല 4 hourൻ്റെ എക്സ്ട്രീം OB തന്നെയാണ്. 1 hourൻ്റെ എക്സ്ട്രീമിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. നിങ്ങൾക്കപ്പോൾ സെല്ല് നോക്കാവുന്നതാണ്. പ്രൈസ് നല്ല ബിയറിഷിലേക്കാണ്. ഇപ്പോൾ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു പുൾ ബാക്കിൽ നിന്ന് ഈ ഒരു ഹൈ വരെയൊക്കെ എടുത്തിട്ടാണെങ്കിലും പ്രൈസ് തിരിച്ചെടുക്കുക. ഈ ഒരു പുൾ ബാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും താഴേക്ക് തന്നെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു മേജർ ഹൈ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇൻറ്റേർണൽ ഈ ഒരു ഐഡിയം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു മേജർ ലോ കിട്ടും. മേജർ ലോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഡിസിഷൻ OB എന്ന് പറയാനാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽസ് ആണുള്ളത്. നമുക്ക് അവിടം വരെ നോക്കാം. അപ്പോൾ മിക്കവാറും ഈ ഇൻറ്റേർണൽ ഐഡിയം എടുക്കാൻ തന്നെ പ്രൈസ് റിയാക്ട് ചെയ്യും. ഇൻറ്റേർണൽ ഐഡിയം എടുത്തിട്ട് ഈ വിക്ക് OB റിയാക്ട് ചെയ്ത് ഈ ഹൈ വീണ്ടും എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡിസിഷൻ OB നമുക്ക് സെല്ല് നോക്കാം. അപ്പോൾ ഇത്രയും പൊസിഷൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നോക്കി ട്രേഡ് എടുക്കുക. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഫുൾ ടൈം ഇരുന്ന് നമ്മളിങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കിട്ടിയ വരുമാനം വെച്ച് നമ്മൾ പുതിയൊരു വരുമാനം കൂടി ഓപ്പൺ ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ടൈം നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല. നമുക്ക് നല്ലൊരു വരുമാനം കൂടി ഓപ്പൺ ചെയ്യാൻ കിട്ടുന്നത് മാത്രമല്ല പിന്നെ അതിലേക്ക് നമുക്ക് തിരിഞ്ഞ് നോക്കണ്ട, നമുക്ക് നേരെ ട്രേഡിങ്ങിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ മാത്രമാണ് ഞാനിപ്പോൾ നിർണ്ണയിച്ചത്. ഏകദേശം അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുന്നു. പക്ഷേ നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോലും നമ്മൾ അത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് പോലും നമ്മൾക്ക് എങ്ങനെ ചെയ്തിട്ട് പോലും പ്രോഫിറ്റിലെത്താൻ പറ്റുന്നുണ്ട്. അത് നമ്മളുടെ ഒരു കോൺഫിഡൻസും ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോൾ വളരെ സന്തോഷമുണ്ട്. മനസ്സിലായോ?
അപ്പോൾ അതെല്ലാവർക്കും ആ ഒരു ലെവലിലേക്ക് എത്തി അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ, അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഞാനിപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രേഡ് കുറവാണ് എടുക്കണമെങ്കിൽ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കുത്തിയിരിക്കാതെ ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നോക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂ ആണ്, ഈ ചാർട്ടാണ്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 1-2 എൻട്രി അല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ ഓരോ ക്യാൻഡിൽസിനെയും ഓരോ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഞാൻ നിൽക്കും. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ എഴുതി വെക്കും. ആ എഴുതി വെച്ച കാര്യങ്ങളുമായിട്ട് അടുത്ത വട്ടം മാച്ചിങ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്മാച്ചിങ് വരികയാണെങ്കിൽ എന്തുകൊണ്ടെന്ന് അതിൻ്റെ റീസൺസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഇത്രയും സ്റ്റഡി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു പ്രോഫിറ്റിൽ എത്താൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ആ സ്റ്റഡീസ് നമ്മൾ മെൻറ്റർഷിപ്പിലേക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്കും ആ ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റഡി ചെയ്യുക, നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കിന് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അതേപോലെ നമ്മൾ ഡിസംബറിൽ വരുന്ന ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഡിസംബറിൽ താല്പര്യമുള്ള ട്രേഡിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ കുറച്ച് ആളുകളെ മാത്രമേ കോഴ്സിന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസംബർ ജാനുവരിയിലേക്ക് കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങോട്ട് തന്നെ മെസ്സേജ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.